ഹലോ കൂട്ടുകാരെ, ഇത് കണ്ടോ? നമ്മുടെ സൂര്യകാന്തി പൂ വിരിഞ്ഞ് നിൽക്കുന്നത് കണ്ടോ? എന്ത് ഭംഗിയായിട്ടാണല്ലോ വിരിഞ്ഞ് നിൽക്കുന്നത്. ഇതൊക്കെ കാണാനുണ്ടല്ലേ അപ്പം നമ്മളിതൊക്കെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ മൂന്നാർ പോയ സമയത്ത് നമുക്ക് സ്ട്രോബെറിയും ഇതൊക്കെ കാണാനുള്ള ഒരു അവസരം കിട്ടിയിട്ടോ. മഞ്ഞ് കണ്ടോ എങ്ങനെയാണ് മേഘങ്ങളിലെ പോലെ നമ്മുടെ മുന്നിൽ കൂടെ ഇങ്ങനെ മാനത്തുണ്ടാവുന്ന മേഘങ്ങളിലെ പോലെ ഇങ്ങനെ പാറി പാറി പോവല്ലേ. എന്ത് രസമാണല്ലേ കാണാൻ. നല്ല ഭംഗിയുള്ള ഈ ഒരു വീട്ടിലായിരുന്നു കേട്ടോ നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നത് രാത്രി മൂന്നാറിൽ. അപ്പോൾ ഇതുപോലെ പല കാഴ്ചകളും ഉണ്ട് കേട്ടോ അതിൽ. നമ്മളിത് നാലാമത്തെ വീഡിയോ ഒക്കെയാണ് ഇടുന്നത്. കുറേ വീഡിയോസ് നമ്മളിതുപോലെ എടുത്ത് ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ നമ്മൾ സ്ട്രോബെറിയും ഒക്കെ കാണാൻ വേണ്ടി പോവുകയാണ്. അതായത് അതിൻ്റെ തോട്ടത്ത് പോയി കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അങ്ങനെ പോകുന്ന വഴികളാണ്. മഞ്ഞിൻ്റെയും മഴൻ്റെയും പ്രശ്നം ഉള്ളതുകൊണ്ട് നമുക്ക് ഒരുപാട് ഇങ്ങനെ പുറത്തിറങ്ങി നടക്കാനൊന്നും കഴിയൊന്നുമില്ല. എന്നുണ്ട് എപ്പോഴും മഴയാണ്. ഇപ്പോൾ ഒരു 10 മണി 9:30 ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ട്. കാരണം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. പക്ഷെ അങ്ങനെയാണെങ്കിലും ആ ഒരു മഴ ഇങ്ങനെ നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കുറേ ദൂരം നമ്മൾ എന്താ വെച്ചാൽ സ്ട്രോബെറിയൊക്കെ സീസൺ അല്ല എന്ന് പറഞ്ഞു അവർ. അങ്ങനെ ഞങ്ങൾ സീസണുള്ള സ്ഥലമൊക്കെ നോക്കി അങ്ങനെ ഞങ്ങൾ പല വഴിക്ക് സഞ്ചരിക്കുകയാണ്. കാരണം നമുക്ക് പോയതിനെ കൊണ്ട് എന്തായാലും കാണണം എന്നൊരാഗ്രഹം. എല്ലാവരും പറയുന്നത് ഇപ്പോൾ സ്ട്രോബെറിൻ്റെ സീസൺ അല്ല, അതായത് സ്ട്രോബെറിൻ്റെ സ്ഥലങ്ങളൊക്കെ അങ്ങനെ പ്ലെയിനാക്കി ഇട്ടിട്ട് അവിടെ അടുത്ത വിളവ് ചെയ്യാനുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾക്ക് പോയതുകൊണ്ട് കാണാതെ വരാനും ഒരു ബുദ്ധിമുട്ട്. അങ്ങനെ നമ്മൾ യാത്രയിലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ മൂന്നാറൊക്കെ പോകുമ്പോൾ ഇതുപോലെ സീസണിലാണോ അല്ലേ എന്നൊക്കെ അന്വേഷിച്ചിട്ടൊക്കെ പോകണം കേട്ടോ. അങ്ങനെ പോയി കഴിഞ്ഞാലാണ് നമുക്ക് അതൊക്കെ കാണാനൊക്കെ കഴിയുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മൾ ആ കാണുന്ന മണ്ണ് പോലുള്ള സ്ഥലങ്ങളൊക്കെ ഈ സ്ട്രോബെറിയൊക്കെ കൃഷി ചെയ്യാനുള്ള സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ ഓൾറെഡി എപ്പോഴും ഉണ്ടാവുന്ന സ്ഥലമാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ വന്നതായിരുന്നു അവിടെ. അയ്യോ, നമ്മുടെ അച്ഛനുണ്ട് കേട്ടോ അതിൽ. നമ്മുടെ അച്ഛന് നമ്മളുടെ ഓർമ്മകളായി മാറി ഇപ്പോൾ. അപ്പോൾ അതിൽ ആ വീഡിയോയിൽ അതാ ചെറുതായിട്ട് ഉണ്ട് ആളെന്തായാലും, അല്ലാതില്ല. അപ്പോൾ ഇതുപോലെ ഞങ്ങൾ കാണാൻ വന്നപ്പോഴാണ് അവർ പറയുന്നത് ഇതുപോലെ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ് നിങ്ങൾ ബോറടിപ്പിക്കുകയല്ല, അത് ആ കാഴ്ചകളായതുകൊണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ ഇപ്പോൾ കുറച്ചുകൂടെ ദൂരത്തുള്ള ഒരു സ്ഥലത്തേക്ക് നമ്മൾ വന്നു. അവിടെ ഭക്ഷണമൊക്കെ അവിടെ കഴിക്കാനുണ്ട്. അവിടെ നല്ല ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ. നമ്മൾ ഈ വഴുതിന പോലെ ഉണ്ടാവും, പക്ഷെ അത് മുറിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുരുക്കളൊക്കെ ആയിട്ടുള്ളൊരു കായ, നല്ല പേരയ്ക്ക, നാട്ടിൽ പേരയ്ക്ക, അങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അത് അവിടുന്ന് മേടിച്ച് കഴിച്ച് അങ്ങനെ ഞങ്ങൾ പിന്നെയും യാത്ര തുടരുകയാണ് കേട്ടോ. നമുക്ക് വെള്ളം അതുപോലെ മഴ ആയതുകൊണ്ട് ദാഹമൊന്നും അവിടെ വല്ലാതില്ല. അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ പിന്നീട് വേറെ സ്ഥലത്തേക്ക് ഇങ്ങനെ പോവുകയാണ് കേട്ടോ. എല്ലാവിടെയും മഴ തന്നെ, മഴയില്ലാത്ത ഞങ്ങൾ 3 ദിവസം പോയാൽ 3 ദിവസവും നമുക്ക് മഴ കിട്ടാതിരുന്ന് എനിക്ക് തോന്നുന്നത് ലാസ്റ്റത്തെ ദിവസമാണ്. ലാസ്റ്റത്തെ ഡേ നമ്മൾ കുറച്ച് ടൗണിലേക്ക് വന്നു. ടൗണിൽ വന്ന് നല്ലൊരു റിസോർട്ടൊക്കെ എടുത്ത് അവിടെ താമസിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു സ്വിമ്മിംഗ് പൂളൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ വരുന്നുണ്ട്. ആ ഒരു ദിവസം മാത്രമാണ് നമുക്ക് വല്ലാതെ മഴകളൊന്നും കിട്ടാതിരുന്നത്. ഇതുപോലെ ടെൻ്റ് ഹൗസൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ ഇത് നിങ്ങൾക്കറിയാമല്ലോ, ഏലക്കൻ്റെ ചെടികളാണ് കേട്ടോ. അതിലാണ് ഏലക്ക ഉണ്ടാവുക, പക്ഷെ അതും സീസൺ അല്ല എന്നാണ് അവർ പറഞ്ഞത്. ഏലക്ക ഉണ്ടാകുന്ന സമയമല്ല ഇപ്പോൾ എന്ന് പറഞ്ഞു. മഴ പെയ്തിട്ട് ഞങ്ങൾക്കങ്ങനെ പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സ്ഥലങ്ങൾ കണ്ടാവും. നമ്മൾ ഇറങ്ങി കുറച്ച് നടന്നിട്ട് നമുക്ക് കാണാനുള്ള അവിടെ ഒരു പുഴ പോലൊരു ഇതുണ്ട്. അപ്പോൾ അതിൻ്റെ അവിടെ കണ്ട 2 കുഞ്ഞു കുട്ടികൾ വെറുതെ ചുമ്മാ കളിക്കുന്നുണ്ട് ആക്ഷൻ ഇട്ടിട്ട്. അങ്ങനെ ഇവിടെ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പോയത്. ഈ മഴയത്ത് വെള്ളച്ചാട്ടം കാണാൻ പോകണത് എന്ന് പറഞ്ഞ പോലെ വലിയ ഇതൊന്നുമില്ല. നല്ല നോർമൽ ദിവസം എന്താണെങ്കിൽ നല്ല ഭംഗിയായിട്ട് കാണുമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ കാണുന്നില്ല, കണ്ടോ? താഴേക്ക് ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് മഞ്ഞ് മൂടി കിടക്കുന്നത് മാത്രം തന്നെ എനിക്ക് കാണിച്ചു തരാൻ കഴിയുന്നുള്ളൂ കേട്ടോ. പക്ഷേ ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, അല്ലാന്ന് ഞാൻ പറയില്ല കേട്ടോ. ഞങ്ങൾക്ക് ഇതും ഇഷ്ടമായി എന്ന് തന്നെ പറയാം.
പക്ഷെ മഴ ആയതുകൊണ്ട് ചളി ആയതുകൊണ്ട് ഇങ്ങനെ നടക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കിങ്ങനെ, പിന്നെ എൻ്റെ ചെരുപ്പൊരു സ്ലിപ്പായിട്ടുള്ള ചെരുപ്പായിരുന്നു. കണ്ടോ, ഈ ഒരു വെള്ളച്ചാട്ടത്തിൽ അവർ പറഞ്ഞത് നോർമൽ സമയത്ത് വേണമെങ്കിൽ ഇതിൽ കുളിക്കുകയൊക്കെ ചെയ്യാമെന്ന്. പക്ഷേ ഇപ്പം നല്ല ചളിയും വെള്ളവും ഇതുപോലെ ഒഴുക്കും ഒക്കെയാണ്. അതുകൊണ്ട് നമ്മൾ റിസ്ക് എടുക്കാനൊന്നും നിന്നില്ല. ഞങ്ങൾ അതൊക്കെ കണ്ട് വെള്ളത്തിൽ ഇറങ്ങുക പോലും ചെയ്തില്ല. നമ്മൾ ജസ്റ്റ് അവിടെ അങ്ങനെ നിന്നു, കണ്ടു, ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോസൊക്കെ എടുത്തു. ഞങ്ങൾ തിരിച്ച് വീണ്ടും നടന്നു. അത്ര തന്നെ. അങ്ങനെ പോരുന്ന വഴിയിൽ നമുക്ക് അടിപൊളി ക്യാബേജൊക്കെ നോക്കി എന്തൊരു ഫ്രഷായിട്ടിരിക്കും നോക്കി. ക്യാരറ്റൊക്കെ നോക്കിയാൽ കണ്ടാൽ തന്നെ എടുത്ത് തിന്നാം. പിന്നെ അത് മേരക്കായി, നമ്മുടെ ബ്രൊക്കോളി, അതുപോലെ തേനുണ്ട്, നാടൻ തേനുണ്ട് അവിടെ. അങ്ങനെ അതൊക്കെ ഞങ്ങൾ കുറച്ച് വാങ്ങിച്ചു കേട്ടോ. അതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ വീണ്ടും വേറൊരു സ്ഥലത്തേക്ക് പറയുമല്ലോ. കണ്ടോ, ഇങ്ങനെ അഴുക്കാണ് റോഡൊക്കെ, കണ്ടോ ചളിയൊക്കെ പിടിച്ചിട്ട്. അങ്ങനെ അതേപോലെ ഒരു സുഖമില്ല എന്ന് തോന്നും നമുക്ക്. അങ്ങനെ ആകുമ്പോൾ നമുക്കിങ്ങനെ പുറത്തിറങ്ങാനൊക്കെ ഭയങ്കര മടിയാവൂലേ. അപ്പോൾ അങ്ങനെ യാത്ര നമ്മൾ ഇനി എവിടെ, നമ്മുടെ ലാസ്റ്റ് നമ്മുടെ അടുത്തൊരു ഇത് കൂടെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ, കട. അതെ, നമ്മളൊരു ഹണി അവിടെ നിന്നൊക്കെ കിട്ടുന്ന ഒരു ഹണി ഇതിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഭയങ്കര റേറ്റ് ആയിരുന്നു കേട്ടോ സാധനങ്ങൾക്ക്. ഒരു കുഞ്ഞ് കളിപ്പാട്ടത്തിന് തന്നെ വലിയ റേറ്റ് ആയത് കാരണം നമ്മളതൊന്നും വാങ്ങിക്കാണ്ടാണ് കേട്ടോ വന്നത്. പക്ഷെ അവിടെ നല്ല തേനൊക്കെ കിട്ടും കേട്ടോ. മോള് കളിപ്പാട്ടം എടുത്തതിനാണ് വലിയ വില എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതാക്കാൻ. നല്ല കളിപ്പാട്ടങ്ങൾ ഒക്കെ വില, പക്ഷെ തേനൊക്കെ ഓൾമോസ്റ്റ് വില ഉണ്ടാവും, എന്നാലും നമുക്ക് കിട്ടും.